ആന എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിന്റെയും പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പ്രതിഷേധം. പാലക്കാട് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രതീകാത്മക എഴുന്നള്ളത്ത് നടത്തി പ്രതിഷേധിക്കുകയാണ്. നിഖിൽ പ്രമേഷ്. ക്ഷേത്ര സംരക്ഷണ സമിതികളുടെ കൂട്ടായ്മയിൽ പാലക്കാട് ഇപ്പോൾ ഒരു പ്രതീകാത്മകമായിട്ടുള്ള എഴുന്നള്ളത്ത് നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവരെ എത്തിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ഈ ക്ഷേത്രോത്സവ കാലം വരാൻ പോവുകയാണ്. പൂരവും വേലയും ഒക്കെ നിരന്തരം നടക്കാൻ പോകുമ്പോൾ വലിയ നിയന്ത്രണങ്ങൾ, ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരികയാണെങ്കിൽ വലിയ നിയന്ത്രണങ്ങൾ ആന എഴുന്നള്ളിപ്പിന് അടക്കമുണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് പ്രതീകാത്മകമായി ഇത്തരത്തിൽ നെറ്റിപ്പട്ടം ഈ ഓട്ടോറിക്ഷകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധം തീർത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആനകളെ പാപ്പാന്മാർ കൊണ്ടുപോകുന്ന കണക്കെ ഓട്ടോ ഡ്രൈവർമാർ ഈ നെറ്റിപ്പട്ടം ചാർത്തിയ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് മേളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു പൂരം എങ്ങനെയാണോ സംഘടിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് അവർ. അതായത് വെടിക്കെട്ടിന് ഉണ്ടാകാൻ പോകുന്ന നിയന്ത്രണം, ഈ അതോടൊപ്പം തന്നെ ഈ മൈക്കിന്റെ അനുമതിക്ക് വേണ്ടി സമീപിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന അവർ ആവശ്യപ്പെടുന്ന മുൻകരുതലുകൾ, ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? ഹൈക്കോടതി ഇറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ, അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയത്. 3 മീറ്റർ നിന്നിട്ട് ആന നിർത്തണം ഉത്സവപ്പറമ്പിൽ, പിന്നെ 5 മീറ്റർ വേദിയെ പിടിക്കണം, 8 മീറ്റർ ജനങ്ങളും വാദ്യക്കാരും നിൽക്കാൻ കഴിയുള്ളൂ. അത് ഏത് ഉത്സവപ്പറമ്പിലും നടത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പൂരത്തിൽ ഞങ്ങൾ ഉത്സവം നടത്താതിരിക്കാനേ പറ്റുള്ളൂ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഈ ആനയുടെ എഴുന്നള്ളത്തും 3 മീറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടും നിലവില് അവര് ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ വേണ്ടത്. അല്ലാണ്ട് ഇത്ര ദൂരം അത് ആനയെ നിർത്താൻ പാടില്ല. പിന്നെ സമയപരിധി 3 മണിക്കൂറാണ് സമയപരിധി തന്നെ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ എഴുന്നള്ളത്തിന്റെ സമയം വന്നിട്ട് രാവിലെ ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയാൽ ഒരു 7 മണി 8 മണിക്കൂറൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 3 മണിക്കൂർ കൊണ്ട് എത്ര ആനകളെ മാറ്റി മാറ്റി എഴുന്നള്ളിക്കണം, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം അവരുണ്ട്. അപ്പം എന്തായാലും ഇവരുടെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.